പ്രൈസ് ലോർഡ്. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ നിങ്ങളെ ബദ്ധരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹിതപ്പെടുമാറാകട്ടെ. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം പാർക്കുന്ന ദേശത്ത് നന്മയുണ്ടെങ്കിൽ നമ്മളും നന്മ അനുഭവിക്കും. ആ ദേശത്തൊരു തിന്മ നടമാടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിന്മ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മ നമ്മുടെ ജീവിതത്തെയും ബാധിക്കും. നാം അതിൽ നിന്ന് മുക്തരല്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളം മുഴുവനും ദുഃഖാർത്ഥമായ ഒരു സാഹചര്യത്തിൽ കൂടെ മുൻപോട്ട് പോവുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഓരോ വർഷവും കഠിനമായി അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, 2019 ഉണ്ടായിരുന്നതായ കേരളത്തെ നടുക്കിയ ചരിത്രം സൃഷ്ടിച്ച വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ കൊറോണ ദുരന്തം കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും മുഴുവനും തന്നെ വരുത്തി വെച്ചതായ ദുരന്തങ്ങളും ദുഃഖകരമായ അവസ്ഥകളും. ഇതിൽ നിന്നൊന്നും നമ്മളാരും വിശേഷാൽ മുക്തരായിരുന്നില്ല. നമ്മുടെ അയൽവക്കക്കാരും നമ്മുടെ ദേശക്കാരും നമ്മുടെ സുഹൃത്തുക്കളും ആത്മീയരോ അനാത്മീയരോ ദുഷ്ടന്മാരും നീതിമാന്മാരും ഒക്കെയും എല്ലാവരും കൂടെ കടന്നു പോകുന്നതായ പാതകളിൽ കൂടെ തന്നെ കടന്നു പോകുവാൻ ദൈവം നമ്മെ നിർബന്ധിതരാക്കി. നാം വിചാരിക്കുന്നത് പോലെ നമ്മൾ വിശേഷപ്പെട്ട ഒരു ജാതിയായതുകൊണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മെ ഒരു ഹെലികോപ്റ്ററും കൊണ്ട് എടുക്കുന്നത് പോലെ എടുത്ത് മറ്റൊരിടത്ത് സുരക്ഷിതമായി സൂക്ഷിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് നാം ആയിരിക്കുന്ന പട്ടണത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദുഷ്ടനും നീതിമാനും ഒരുപോലെ ദൈവം മഴ പെയ്യിക്കുന്നു. അതിൽ നിന്നുള്ളതായ അനുഭവങ്ങൾ അവർ കൈക്കൊള്ളുന്നു. നാം നിലത്ത് കൃഷി ചെയ്താൽ ദുഷ്ടനും നീതിമാനും ലഭിക്കുന്നതായ ഫലത്തിന് വ്യത്യാസമൊന്നുമില്ല. നാം അധ്വാനിക്കുന്നത് പോലെ അത് നമുക്ക് ഫലം തരുന്നു. നമുക്കറിയാം, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവർ ദൈവവുമായിട്ട് നേരിട്ട് സംസാരിച്ച വിശ്വാസവീരന്മാരാണ്. വേദപുസ്തകം വളരെ വാഴ്ത്തിപ്പാടുന്ന 3 ദേഹികളാണ് അവർ. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് വേദപുസ്തകം നിലനിൽക്കുന്നിടത്തോളം കാലം, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ആ വിശ്വാസത്തെക്കുറിച്ച് എന്നും വാഴ്ത്തിപ്പാടും. ഇസഹാക്കിന്മേൽ വെച്ചിരുന്നതായ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തികളെക്കുറിച്ചുള്ളതായ ആ സത്യങ്ങൾ ലോകമുള്ളിടത്തോളം കാലം പുകഴ്ത്തിപ്പാടും. തീർച്ചയായിട്ടും യാക്കോബിൻ്റെ ചലനങ്ങളെയും തൻ്റെ പ്രയാണങ്ങളെയും തൻ്റെ ആയുഷ്കാലത്ത് ദൈവം തന്നെ നടത്തിയതായ വഴികളെയും ദൈവം തന്നോട് സംസാരിച്ചതായ ഓരോരോ വിധങ്ങളെക്കുറിച്ചൊക്കെ ലോകമുള്ളിടത്തോളം കാലം എന്നും വാഴ്ത്തിപ്പാടും. എങ്കിലും ഇവരൊക്കെ താമസിച്ചിരുന്ന കനാൻ ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായി എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ആ ക്ഷാമത്തിൽ നിന്ന് അവരുടെയിൽ സമ്പത്തുണ്ടായിരുന്നു, വെള്ളി നാണയങ്ങളുണ്ടായിരുന്നു, പൊൻനാണയങ്ങളുണ്ടായിരുന്നു. എങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തുകളൊന്നും ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ അവർക്ക് ധാന്യം കൊണ്ടുവന്നില്ല. അപ്പോൾ ധാന്യം കിട്ടുന്ന ദേശത്തേക്ക് അവർ താമസം മാറി. ദേശത്തിലെ ആ കഷ്ടതയിൽ നിന്ന് മാറുവാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുവാൻ വേണ്ടി അവർ റീലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ തീർച്ചയായിട്ടും ദൈവം നേരിട്ട് സംസാരിക്കുന്നതായ ആ വ്യക്തികൾക്ക് ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ ദൈവം അങ്ങനെ അക്ഷരികമായ പ്രവൃത്തികളിൽ കൂടെ പോകുന്നതല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ആ ഉദ്ദേശവും പദ്ധതിയുമല്ല ഒരു മനുഷ്യൻ്റെ ഭൗമികമായിട്ടുള്ളതായ കാഴ്ചപ്പാടുകളിൽ കൂടെയല്ല, എന്നാൽ ആത്മീകമായി അവനെ പടുത്തുയർത്തി കൊണ്ടുവരുവാൻ, ദൈവത്തിന് യോഗ്യതയുള്ള ആരാധ്യമുള്ള ഒരു ജനത്തെ അവരിൽ കൂടെ സൃഷ്ടിക്കുവാൻ വേണ്ടി ദൈവം അവരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ പാർക്കുന്നതായ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും. ദേശത്ത് അനേക ദുഃഖകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ
അതിൽ നിന്ന് നാം മുക്തരല്ല, നമുക്കും കൂടെ ചേർന്നിട്ടുള്ളതായ ഒരു ദുഃഖകരമാണ് എന്ന് അതിനെ ഏറ്റെടുത്തും കൊണ്ട് സങ്കടത്തിനൊപ്പം സങ്കടപ്പെടുവാനും, നമ്മുടെ അയൽക്കാർ കരയുമ്പോൾ അതിനോടൊപ്പം കരയുവാനും, അതിനോടൊപ്പം സങ്കടപ്പെടുവാനും, അവരോടൊപ്പം സന്തോഷിക്കുവാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നാം ഈ ലോകത്തിൽ നമുക്ക് ദൈവം നിയോഗിക്കുന്നതായ നിയോഗങ്ങൾക്കനുസരണമായ കടപ്പാടുകൾ നാം നിവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാജ്യവും ലോകവും പ്രത്യേകാൽ നമ്മുടെ നാടും ഒക്കെ പ്രകൃതി ദുരന്തങ്ങളാൽ കഷ്ടപ്പെടുന്നതായ കാലങ്ങളാണ്. അനേക ഭവനങ്ങളിൽ കണ്ണുനീർ നാം കാണുമ്പോൾ, അത് പല മീഡിയകളിൽ കൂടെ നാം ദർശിക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകർക്കുന്നതായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും നോക്കി നിൽക്കാൻ കഴിയാത്തതായ അരാജകത്വം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നതായ യുദ്ധഭൂമികളിലെ അരാജകത്വം, പട്ടിണി, ക്ഷാമം, അനേക മാരക രോഗങ്ങൾ എന്നിവയാൽ വലയുന്നതായ സമയങ്ങളിലൊക്കെ നമുക്ക് ആ ദേശത്തിനും നാം പാർക്കുന്നതായ രാജ്യത്തിനും നമ്മുടെ അയൽവക്കത്തിനും നമ്മുടെ സമീപ പ്രദേശങ്ങൾക്ക് വേണ്ടിയും എന്ത് നന്മകൾ ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ദൈവം പറയുന്നു, നിങ്ങൾ പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അവിടെ സമാധാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, അവിടെ ആഹാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഹാരമുണ്ട്, അവിടുത്തെ ഭൂമി വിളവ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലും പട്ടിണിയില്ലാതെ നിങ്ങൾക്കും കടന്നു പോകാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ നാം ആത്മീകരെന്നോ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരെന്നോ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നോ കൊട്ടിഘോഷിക്കുന്നതിലല്ല. അതൊക്കെയും ദൈവവും നാമുമായിട്ടുള്ള ആരാധന ബന്ധത്തിൽ, ആത്മീയമായ ബന്ധത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ പടുത്തുയർത്തുന്നതായ ഒരു സംരംഭം മാത്രമാണ്. മറിച്ച് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്, രാജ്യത്തോട് കടപ്പാടുണ്ട്, നമ്മുടെ ദേശത്തോട് കടപ്പാടുണ്ട്, അയൽവക്കത്തോട് കടപ്പാടുണ്ട്, നമ്മുടെ സ്നേഹിതരോടും നമ്മുടെ സഹപ്രവർത്തകരോടും നമ്മുടെ സഹജീവികളോടുമൊക്കെ നമുക്ക് ആത്മീയരെന്ന രീതിയിൽ സാധാരണ മനുഷ്യർക്കുള്ളതിൽ വെച്ച് കൂടുതൽ നമുക്ക് കടപ്പാടുകളുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ പാർക്കുന്ന ദേശത്തിൻ്റെ നന്മയെ അന്വേഷിപ്പീൻ. ആ ദേശത്ത് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പൻ. അപ്പോസ്തലനായ പൗലോസ് അതാണ് പറയുന്നത്. രാജാക്കന്മാർക്കും വേണ്ടിയും നിങ്ങളെ ഭരിക്കുന്നവർക്കും വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ദൈവം അവരെയൊക്കെ നിയമിച്ചാക്കിയിരിക്കുന്നു. നമ്മുടെ മേൽ നന്മയുണ്ടാകുവാൻ നമ്മുടെ ദേശം നന്മയാൽ നിറയപ്പെടണം. നമ്മുടെ ദേശത്ത് മഴയുണ്ടാകണം, നമ്മുടെ ദേശത്ത് വേനലുണ്ടാകണം, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ദേശം വിടുവിക്കപ്പെടണം. അങ്ങനെ ഒരു ദുരന്തങ്ങൾ ഉണ്ടായാൽ ദൈവം അറിയാതെ അല്ല അത് സംഭവിക്കുന്നത്. നാം അവരെക്കാളും വിശേഷതയുള്ളവരായതുകൊണ്ടല്ല അതിൽ നിന്ന് നാം രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അതിനേക്കാളും പ്രത്യേകമായി നമുക്കൊരു സൂക്ഷിപ്പും കാവലുകളും ഒന്നും ഇല്ലെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ചിന്തിക്കണം. എന്നാൽ ദൈവം അങ്ങനെയുള്ളതായ പരീക്ഷകളിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. പരീക്ഷകളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങനെ പരീക്ഷകളിൽ നിന്നും കണ്ണുനീരിൽ നിന്നും പട്ടിണിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ അന്നത്തേക്കുള്ളതായ ആഹാരം ചോദിച്ചു വാങ്ങി കഴിക്കുന്നതായ ഒരു അഭ്യസനം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമ്മുടെ കരങ്ങളെ അവിടെയൊക്കെയും നീട്ടേണ്ടിടത്തൊക്കെയും നീട്ടുവാനും സഹായഹസ്തങ്ങൾ പ്രാർത്ഥനയിലും സഹകരണത്തിലും സഹായത്തിലും നമ്മൾ ഓരോരുത്തരും അവരോട് ഒപ്പം സഹജീവികളാണെന്നുള്ളതായ ഒരു ചിന്ത അവരിൽ വളർത്തുമാറ് അങ്ങനെയുള്ള ഒരു പ്രവർത്തനം സാമൂഹ്യമായിട്ട് നാം ഉൾപ്പെട്ടു നിൽക്കുന്നതായ സംഘടനകളിൽ കൂടെയും ഉപദേശങ്ങളിൽ കൂടെയും ആദർശങ്ങളിൽ കൂടെയും നാം വളർത്തുമ്പോൾ ദൈവത്തിങ്കിലേക്ക് അനേകരെ പ്രയോജനപ്പെടുത്തുവാനും നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ സ്തുതികൾക്കും ഒരർത്ഥമുള്ളതായി ദേശം മനസ്സിലാക്കുന്നതിനിടയായിത്തീരും. ദേശത്ത് നന്മയുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിലും നന്മയുണ്ട്. ദേശത്ത് വിളവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിലും വിളവുകൾ ഉണ്ടാകും. ദേശത്ത് നീതി നടപ്പാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിലും ഒരു നീതി ഉണ്ടാകും. നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും അനർത്ഥങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി ദൈവം നമ്മയും നമ്മുടെ തലമുറകളെയും നിർത്തുവാനുള്ള ഒരു ആഹ്വാനപരമായ ഒരു ചിന്താഗതി നമ്മളിൽ വളർത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.